ക്രൊയേഷ്യയിൽ നിന്നും യാത്ര തിരിച്ച് ലുജിബ്ജാൻ എന്നുള്ള സ്ഥലത്ത് ഞാനിപ്പോൾ എത്തുകയാണ്. ലുജിബ്ജാന എത്തി എൻ്റെ പെട്ടികൾ പാവപ്പെട്ട സന്തത സഹചാരികളാണ്. അങ്ങനെ ലുജിബ്ജാന എന്ന സ്ഥലത്ത് ഞാൻ എത്തി. അവിടുത്തെ ലുജിബ്ജാന കാഴ്ചകളാണ്. എൻ്റെ ട്രെയിനിന് വളരെ നന്ദി. ക്രൊയേഷ്യയിൽ നിന്നും യാത്ര തിരിച്ച് ലുജിബ്ജാന എന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇനി ലുജിബ്ജാന കാഴ്ചകളാണ്. സ്ലൊവേനിയ എന്ന രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ് ലുജിബ്ജാന. എൻ്റെ ട്രെയിന് പോയിട്ട് ഞാൻ പോകുന്നുണ്ട്. ഒരു ചേച്ചി സൈക്കിൾ ഉൾപ്പെടെയാണ് ഇറങ്ങിയിട്ടുള്ളത്. ആ ചേച്ചിയുടെ ഭർത്താവ് സായിപ്പുണ്ട്, അദ്ദേഹം സൈക്കിളുണ്ട്. ഭാര്യയോട് ദേഷ്യപ്പെടുന്നുമുണ്ട്. സൈക്കിളിൽ വന്ന് ഭാര്യയും ഭർത്താവുമായിട്ട് അതാ പോകുന്നു. ഭർത്താവ് ഭാര്യയോട് ദേഷ്യപ്പെടുന്നത് അത് ഇൻ്റർനാഷണൽ ലെവലിൽ ഒരുമിച്ച് വന്നവരാണ്. അവരിപ്പോൾ ദേഷ്യപ്പെടും. ഇത് തന്നെ ലുജിബ്ജാൻ എന്ന ആ ഡ്രൈവറോട് ഞാൻ ചോദിച്ചു, തന്നാന്ന് പറഞ്ഞു. ടിക്കറ്റും കൂടെ കാണിച്ചു. നേരത്തെ നമ്മൾ നടന്നു വന്ന അവർ ആ സൈക്കിൾ കൊണ്ട് ആ ട്രെയിനിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്. വേറെ നിറമെന്തിന്, ഈ ഡെക്കറേഷൻ ഇത് തന്നെ, അതും ഒരു സൗന്ദര്യം തന്നെ. ഞാൻ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തെത്തി. ഇനി ഹോട്ടലിലത്തേക്ക് ഒരു ടാക്സി വിളിക്കണം. ടാക്സി എന്നുള്ള ബോർഡ് കണ്ടു, പക്ഷേ വണ്ടിയൊന്നും കണ്ടില്ല. ഇവിടുത്തെ പ്രത്യേകത ഈ മൊബൈൽ വഴി കാൾ ടാക്സിയാണ്. നമ്മൾ എവിടെ നിൽക്കുന്നോ അവിടെ വരും. അല്ലാതെ അങ്ങനെ സെർബിയയുടെ ലുജിബ്ജാനയിലെത്തി. സെർബിയ അല്ലല്ലോ, സ്ലൊവേനിയയിലെത്തി. ക്രൊയേഷ്യയിൽ നിന്നും ട്രെയിനിൽ യാത്ര തിരിച്ച് സ്ലൊവേനിയയിലെത്തി. സ്ലൊവേനിയയിലെ ലുജിബ്ജാനയിലെത്തി. ഇനി ഒരു ടാക്സി പിടിക്കണം. എങ്ങനെയാണ് ടാക്സി പിടിക്കേണ്ടതെന്നുള്ളത്, ഇവിടുത്തെ രീതി എന്താണെന്നുള്ളത് അറിഞ്ഞുകൂടാ.
ഇവിടെ യൂറോ തന്നെ അതുകൊണ്ട് കുഴപ്പമില്ല. ഇവിടെ എന്തായാലും യൂറോ തന്നെ, അതുകൊണ്ട് വളരെ സമാധാനമാണ്. ബർഗർക്ക് വേണം, അത് വേണം, ഇത് വേണമെന്ന് പറഞ്ഞിട്ടൊന്നും അവൻ ചെവിക്കൊണ്ടില്ല. ഒടുവിൽ ഞാൻ അതിൻ്റെ പടം എടുത്തുകൊണ്ടൊന്ന് കാണിച്ചു കൊടുത്തു. അപ്പോൾ ഓക്കെ. ഇവിടെ ഒരു ഹോട്ടൽ കാണാം. മുകളിലുള്ള ആൾ കാറ് തുപ്പി കൊടുത്താൽ അതിൻ്റെ ഫ്രണ്ടിലുള്ള റൂമിൽ വരും. അദ്ദേഹം കാറ് തുപ്പിയാൽ അതിൻ്റെ ഫ്രണ്ടിലുള്ള താഴത്തെ നിലയിൽ വരും. കൊള്ളാം. കിട്ടി, ചോദിച്ചത് തന്നെ പെപ്സി. കിളികൾ വന്നിരിക്കുകയാണ് ആഹാരം കൊടുക്കുന്നത്. എനിക്ക് പോകേണ്ടത് ബ്ലഡ് എന്ന സ്ഥലത്താണ്. അങ്ങനെ ഞാൻ ബസ് സ്റ്റോപ്പിൽ വന്ന് ആ ബ്ലഡ് എന്ന സ്ഥലത്തേക്ക് പോകുന്ന ബസ് സ്റ്റാൻഡിൽ നിൽക്കുകയാണ്. 7-ാം നമ്പർ സ്റ്റാൻഡാണ് ബ്ലഡ് എന്ന സ്ഥലത്തേക്ക് പോകുന്നത്. ഈ ബസ് കഴിഞ്ഞാൽ 5 മണിക്ക് ബ്ലഡ് എന്ന സ്ഥലത്ത് പോകേണ്ട ബസ് വരുമെന്ന് പറഞ്ഞു. ഞാനങ്ങനെ ബസ് സ്റ്റാൻഡിൽ കാത്തു നിൽക്കുകയാണ്. ലിജിബ്ജാനയിൽ ബ്ലഡ് എന്ന സ്ഥലത്ത് പോകണം. ഇനി ഇവിടുന്ന് 50 കിലോമീറ്റർ ഉണ്ട്. ഇതാണ് ബസ് സ്റ്റാൻഡ്. ടാക്സിക്ക് വലിയ ചിലവാണ്. ബസ്സിൽ നടന്നില്ല എന്നുണ്ടെങ്കിൽ ടാക്സിയിൽ പോകും. ബ്ലഡിലത്തേക്ക് പോകേണ്ട ബസ് വന്നു. ഇനി അങ്ങോട്ടത്തേക്ക് പോകേണ്ട. ലഗേജുകളൊക്കെ അതിൻ്റെ അകത്ത് നോക്കിയിട്ട് എൻ്റെ ചുവപ്പ് ലഗേജാണ്.
ടിപ്പിജാനയുടെ ബ്ലഡ് എന്ന സ്ഥലത്തേക്ക് പോവുകയാണ്. ഇവിടുത്തെ ലോക്കൽ ബസ്സാണ്. 6 യൂറോ കൊടുത്ത് ബ്ലഡിലേക്ക് ടിക്കറ്റ് എടുത്തു. ടിപ്പിജാന കാഴ്ചകളാണ് സ്ലൊവേനിയൻ കാഴ്ചകളാണ്. കാഴ്ചയ്ക്കായിട്ട് ഞാനിന്ന് യാത്ര ചെയ്യുന്നത് സ്ലൊവേനിയയിലാണ്. സ്ലൊവേനിയ യൂറോപ്യൻ കൺട്രീസ് പെട്ടതാണ്. ഇവിടെ യൂറോയാണ് നാണയം.